പശ്ചിമ ബംഗാളിലെ ബാരാസത്തിലുള്ള ഓക്സലിയം സെലേഷ്യൻ സിസ്റ്റേഴ്സിനെ മഠത്തിലേക്ക് അതിക്രമിച്ചു കയറിയ 60ഓളം വരുന്ന ആൾക്കൂട്ടം കന്യാസ്ത്രീകൾക്ക് നേരെ വധഭീഷണി മുഴക്കിയതായി പരാതി. ഇവിടെ നിർമ്മാണത്തിലിരിക്കുന്ന മെമ്മോറിയൽ ചാപ്പലും സെമിത്തേരിയും ഉടനടി പൊളിച്ചു നീക്കിയില്ലെങ്കിൽ ആക്രമിക്കുമെന്നാണ് സംഘത്തിന്റെ ഭീഷണി. ജൂലൈ 12-നായിരുന്നു സംഭവം. തങ്ങളുടെ സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന സെമിത്തേരിക്ക് ആവശ്യമായ എല്ലാ സർക്കാർ അനുമതികളും മുൻപ് തന്നെ ലഭിച്ചിരുന്നതാണെന്ന് FMA സെലേഷ്യൻ സിസ്റ്റേഴ്സും ഓൾ ഇന്ത്യ കാത്തലിക് യൂണിയനും വ്യക്തമാക്കി. എന്നാൽ സംസ്ഥാനത്ത് ഭരണം മാറിയതിനു പിന്നാലെ ഈ പദ്ധതിക്കെതിരെ ചിലർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയായിരുന്നു. കന്യാസ്ത്രീ മഠത്തിന് നേരെ നടന്നത് ആസൂത്രിതമായ ആൾക്കൂട്ട ആക്രമണമാണെന്ന് ഓൾ ഇന്ത്യ കാത്തലിക് യൂണിയൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. കന്യാസ്ത്രീകളെ അതിരൂക്ഷമായ ഭാഷയിലാണ് സംഘം അധിക്ഷേപിച്ചതും ഭയപ്പെടുത്തിയതും. നിങ്ങളുടെ ഭരണം അവസാനിച്ചു, ഇനി ഞങ്ങളുടെ ഭരണമാണ് നടക്കാൻ പോകുന്നതെന്ന് അക്രമികൾ കന്യാസ്ത്രീകളോട് വിളിച്ചു പറഞ്ഞു. നിയമപരമായ പ്രക്രിയകളെ ഭീഷണിയിലൂടെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നതെന്നും AICU ചൂണ്ടിക്കാട്ടി. പശ്ചിമ ബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ട് നടക്കുന്ന വലിയ തോതിലുള്ള പീഡനങ്ങളുടെയും വേട്ടയാടലുകളുടെയും ഭാഗമായാണ് ഈ സംഭവത്തെയും കാണേണ്ടതെന്നും സംഘടന ആരോപിച്ചു. ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പു നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തിനും സ്ഥാപനങ്ങൾ സംരക്ഷിക്കാനുള്ള അവകാശത്തിനും മേലുള്ള കടന്നുകയറ്റമാണിത്. കന്യാസ്ത്രീകൾക്കും അവരുടെ സ്ഥാപനങ്ങൾക്കും അടിയന്തരമായി സുരക്ഷ ഉറപ്പാക്കണമെന്ന് കാണിച്ച് കത്തോലിക്ക സംഘടനകൾ പശ്ചിമ ബംഗാൾ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. നിയമപരമായി അനുമതിയുള്ള സെമിത്തേരിയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്നും കന്യാസ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ആരാധന നടത്താനുള്ള അവകാശവും ആരാധനാലയങ്ങൾ പരിപാലിക്കാനുള്ള അവകാശവും ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളാണ്. നിയമപരമായ എല്ലാ അനുമതികളോടെയും നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ കന്യാസ്ത്രീകളെ നിർബന്ധിക്കാനോ അവരെ ഭീഷണിപ്പെടുത്താനോ ഒരു വ്യക്തിക്കോ സംഘടനയ്ക്കോ അവകാശമില്ല എന്നും AICU പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കൂടുതൽ ആക്രമണങ്ങൾക്ക് അത് കാരണമാകുമെന്ന് സംഘടന മുന്നറിയിപ്പ് നൽകി. കന്യാസ്ത്രീകളുടെ സംരക്ഷണത്തിനായി ആവശ്യമെങ്കിൽ നിയമപരമായ മറ്റു വഴികൾ തേടുമെന്നും അവർ അറിയിച്ചു. എന്നാൽ ഈ ആരോപണങ്ങളോട് പശ്ചിമ ബംഗാൾ സർക്കാരോ പ്രാദേശിക പോലീസോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല.